സ്തുതിക്കാം. ഹല്ലേലൂയ എന്ന് ദൈവത്തെ എപ്പോഴും മനസ്സുകൊണ്ട് പറയുവാൻ ഒരുക്കപ്പെട്ടവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, നിനക്ക് സ്തോത്രം അല്ലെങ്കിൽ സ്തുതി എന്ന് അർത്ഥം. യഹോവയ്ക്ക് യാഹ് എന്ന ദൈവത്തെ സ്തുതിക്കുന്ന പദം ഹല്ലേലൂയ. ആമേൻ. യഹോവയും സർവ്വത്തിനു മേലും അധികാരമുള്ളതായ ക്രിസ്തുവിനെ സ്തുതിക്കുവാൻ ആമേൻ അവൻ നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പദം തന്നെയാണ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പിതാവേ, നിനക്ക് സ്തുതി. നമുക്കൊരു നന്മ ലഭിക്കുമ്പോൾ, ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ, ആമേൻ, അപ്രതീക്ഷിതമായി എന്റെ ജീവിതത്തിൽ വരുന്നതായ കൃപകളെയും നന്മകളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തുതി പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 1-ാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ആമേൻ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. ഓരോ പ്രഭാതവും കാണുന്നതായ ഞാൻ യഹോവയെ സ്തുതിക്കണം. ഹല്ലേലൂയ. പിതാവേ, എനിക്ക് ഈ പ്രഭാതം കാണുവാൻ നീ നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എന്റെ യാത്രയിൽ നീ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എന്റെ അധ്വാനത്തിൽ നീ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എനിക്ക് ഭക്ഷണവും പാനീയവും തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എനിക്ക് നല്ല നിദ്ര തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എന്റെ ഭാര്യയെയും മക്കളെയും ഭർത്താവിനെയും നീ കാത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എന്റെ കൃഷികളെയും ഭൂമിയെയും ഭവനത്തെയും നീ കാത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പിതാവേ, എനിക്ക് നീ ആരോഗ്യം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ വിധ അവസരങ്ങളിലെല്ലാം മനസ്സുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ പറയുവാൻ മടിച്ചു പോകരുത്. ആമേൻ. ഇത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകസനത്തിനു വേണ്ടി കാണിക്കാനായിട്ടുള്ള ഒരു പദമല്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദേവാലയത്തിലൊക്കെ മാത്രമേ ഹല്ലേലൂയ പറയാറുള്ളൂ. വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയും ചില ആൾക്കാര്. എന്തുകൊണ്ടാണ് ഈ ഹല്ലേലൂയ പറയുന്നത്? അപ്പോൾ വചനം ഉള്ളത്തിൽ കുത്തുകൊള്ളുകയാണ്. എന്താ? എനിക്ക് അറിഞ്ഞുകൂടാത്തതായ കാര്യം വചനത്തിലൂടെ യഹോവ എന്നെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എനിക്ക് ഇതുവരെയും ഇതിനെക്കുറിച്ചുള്ള നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഈ വചനത്തിന്റെ വിവേകത്തിന് ശക്തി എനിക്ക് തിരിച്ചറിഞ്ഞുകൂടാതെ ഇരുന്നു. ഈ വചനത്തിലൂടെ ഞാൻ ഇതിന്റെ പൊരുളുകളെ മനസ്സിലാക്കിയപ്പോൾ ആമേൻ, ആ വ്യക്തിക്ക് മാത്രമേ മനസ്സുകൊണ്ട് പറയുവാൻ കഴിയത്തുള്ളൂ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത, നമ്മൾ ഇതുവരെയും അറിഞ്ഞുകൂടാത്തതായിരുന്നതായ കാര്യം എന്നെ പഠിപ്പിക്കുന്നതായ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ പറയണം. ഇത് ആമേൻ ഒരുവൻ പറഞ്ഞിട്ട് പറയുവാനുള്ള പദമല്ല. ഹല്ലേലൂയ. എന്റെ മനസ്സിന് സന്തോഷവും എനിക്ക് നന്മയും അനുഗ്രഹവും തരുന്നതായ ക്രിസ്തുവിനെ ആമേൻ ഒരു ക്രൈസ്തവ വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഭംഗിയായി മനസ്സിലാക്കിയവൻ പറയപ്പെടുന്ന ഒരു പദമാണ് ഹല്ലേലൂയ. ഇത് പ്രകസനമല്ല, മനസ്സുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നതാണ്. ആ സ്തുതി നീ നൽകുന്നതിലൂടെ അടുത്ത ദിവസം പ്രഭാതവും
ജീവിതവും സാഹചര്യങ്ങളും എല്ലാം സ്തോത്രം പറയുവാൻ തക്കവണ്ണം അനുഗ്രഹവാനായിരിക്കുന്ന കർത്താവ് ആമേൻ അവന്റെ ദൂതന്മാരുടെ കൃപകളാൽ നിന്നെ മാനസികവും ശാരീരികവുമായി സമൃദ്ധികൾ നൽകുവാൻ വേണ്ടി എല്ലാത്തിന്റെ മേലും തന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യും. അതാണ് ഏറ്റവും സമർത്ഥമായ ഒരു അനുഗ്രഹം. ഞാൻ എന്റെ ഭവനത്തിന്റെ മുൻപിൽ വരുമ്പോൾ ആ ഭവനത്തെ ഒന്ന് നോക്കി മനസ്സുകൊണ്ട് പറയണം ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ എത്രയോ പേർക്ക് ഭവനമില്ല. ഈ ഭവനം എനിക്ക് തന്നതിനായി പിതാവേ സ്തോത്രം. എനിക്ക് പാർക്കുവാൻ ഈ ഭവനം തന്നതിനായി സ്തോത്രം. ആ ഭവനത്തെ ആ നിമിഷം മുതൽ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ മക്കളെ കാണുമ്പോൾ ഹല്ലേലൂയ. എന്തിനാ? എത്രയോ പേർക്ക് മക്കളില്ല. എനിക്ക് നീ സന്താനങ്ങളെ തന്നു, സ്തോത്രം. എന്റെ മക്കളെ കർത്താവ് ആമേൻ ദൂതന്മാരാൽ മുദ്രയിടുകയാണ്. ഞാൻ യാത്രകൾ കഴിഞ്ഞ് മടങ്ങി വന്നു, എത്രയോ പേര് മടങ്ങി വന്നില്ല. ഹല്ലേലൂയ. പിതാവേ, ഈ യാത്രയിൽ നീ കൂടെ ഇരുന്ന് ആപത്തനർത്ഥങ്ങളിൽ നീ എന്നെ വിടുവിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, എന്റെ വസ്തുവകകൾ, എന്റെ കൃഷികൾ, എന്റെ അധ്വാനങ്ങൾ, ഹല്ലേലൂയ, നിന്റെ അധ്വാനത്തിന്റെ ഫലം കയ്യിൽ നീ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ പിതാവേ, എനിക്ക് ഈ സമ്പത്ത് തന്നതിനായി സ്തോത്രം. നിന്റെ സമ്പത്തിനെ, വസ്തുവകകളെ, സകലതിനെയും യഹോവ അന്നു മുതൽ മുദ്രയിട്ട് കാക്കുകയാണ്. ആമേൻ. ആ വിശ്വാസി വീണ്ടും വിശ്വാസത്തിൽ പറയും, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. പ്രഭാതം തന്ന കർത്താവിനെ സ്തുതിക്കണം. സന്ധ്യ തന്ന ക്രിസ്തുവിനെ സ്തുതിക്കണം. ആകാശമണ്ഡലങ്ങളെ, ഗോളങ്ങളെ ഓർത്തു സ്തുതിക്കുക. മഴ നിനക്കായി നൽകുമ്പോൾ സ്തോത്രം പറയുക. ഹല്ലേലൂയ. മഴയില്ലാത്ത കാലാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ കുറച്ച് വരൾച്ചയുണ്ട്. ഈ വരൾച്ച കുറച്ചു ദിവസം നമ്മെ നീണ്ടുപോയാൽ എന്ത് ചെയ്യും? കൊടിയ മഴ നിൽക്കുമ്പോൾ മനുഷ്യൻ ഒന്ന് പറയും, ഈ മുടിഞ്ഞ മഴ നിൽക്കുന്നില്ലല്ലോ പറയുകയാണ്. ഒന്ന് വേനൽ കൂടി വരുമ്പോൾ പറയും, ഇത് എന്തോന്ന് വേനൽ മാറുന്നില്ലല്ലോ. മഴയും വെയിലും മനുഷ്യന് ആവശ്യമാണ്, പക്ഷേ എനിക്ക് ദോഷം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. മഴ നിനക്കായി ലഭിക്കുമ്പോൾ ഹല്ലേലൂയ, അത് നിനക്ക് സമൃദ്ധിയായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അത് നിനക്ക് ദോഷമാകത്തുമില്ല. പ്രകാശങ്ങളെ നിനക്ക് തരുമ്പോൾ ഹല്ലേലൂയ, അത് നിനക്ക് ദോഷമായി ഭവിക്കത്തില്ല. അവൻ പ്രകാശം നിനക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ. ആകാശമണ്ഡലങ്ങളും ഭൂമിയും ഭൂമിയിലുള്ളത് സകലത്തിന്റെയും സ്തോത്രം പറയുക. അങ്ങനെയെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇത്രയും ദിവസം എത്ര ഹല്ലേലൂയ പറഞ്ഞു? എത്ര ഹല്ലേലൂയ നമ്മൾ പറഞ്ഞു? ഇതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാമത്തെ ആരാധന. ആമേൻ. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാമത്തെ ആരാധന നിന്റെ മനസ്സിനകത്ത് നീ അറിയാതെ നീ പറയുന്ന സ്തോത്രവും ഹല്ലേലൂയയും. ഇത് ഓരോ നിമിഷവും ഓരോന്നും കാണുമ്പോഴും മനസ്സിൽ ഉരുവിട്ട് നീ പറയും തോറും നിന്റെ ഉള്ളത്തിൽ പ്രകാശത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ കൃപ കടന്നു വരും. അപ്പോൾ ഞാൻ ആരായിത്തീരുകയാ? ദൈവത്തിന്റെ പൈതലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുദ്രയിടപ്പെട്ടവനും അവന്റെ അഭിഷേകത്താൽ ബലം പ്രാപിക്കുന്നവനും. എങ്ങനെയാ? അപ്പോൾ ഞാൻ ആരായിത്തീർന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിടപ്പെട്ട വ്യക്തിയായി തീർന്നു. എനിക്ക് ഒരു ദോഷവും കടന്നു വരത്തേയില്ല. ഇതാണ് ഒന്നാമത്തെ ആരാധന. രണ്ടാമത്തെ ആരാധനയോ ഭവനത്തിൽ കൂടി വരുന്നത്. ഭവനത്തിൽ കൂടി വന്ന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നു എങ്കിൽ ഏറ്റവും മഹനീയമായിരിക്കുന്ന സാന്നിധ്യം ഇതിൽ പരം വേറെ ഒന്നുമില്ല.
ദൈവം നിന്നെ കാത്തു. നീ എല്ലാത്തിനും സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞു. മക്കളും ഭാര്യയും ഭർത്താവുമായി ഭവനത്തിലുള്ളവർ ഒരുമിച്ചിരുന്ന് ദീർഘനേരം പ്രാർത്ഥിക്കേണ്ട. ഒരു നിമിഷമെങ്കിലും 5 മിനിറ്റെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് പാടുവാനോ ഒരു വാക്യം വായിക്കുവാനോ ഭവനത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിപ്പാനോ കഴിഞ്ഞാൽ അതാ കുടുംബത്തിന്റെ രണ്ടാമത്തെ ആരാധന. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ സ്തുതിയും സ്തോത്രത്തിന്റെയും ആരാധന. മൂന്നാമത്തെ ആരാധനയോ ആലയത്തിൽ കൂടി വരുന്നത്. ഏറ്റവും പ്രാധാന്യവും മാഹാത്മ്യവുമായിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 ആരാധനകൾ അവന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. മാഹാത്മ്യത്തിന്റെയും ആമേൻ ബലത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആരാധന ദൈവാലയത്തിൽ കൂടി വരുന്നത്. ദൈവാലയത്തിൽ കൂടി വരുന്നത് വൃഥാവായിട്ടല്ല. ഒരാഴ്ച വിട്ട കാലം നീ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ വീഴാതിരിക്കണമെങ്കിൽ ആത്മീക ശക്തി ബലം പ്രാപിക്കണം. അതിന് തിരുവചന ധ്യാന ചിന്തകളും നിങ്ങളെ മധ്യസ്ഥതപ്പെടുത്തുന്നതായ പുരോഹിതന്റെ പ്രാർത്ഥനയും ദൈവാലയത്തിൽ വ്യാപരിക്കപ്പെടുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും അവിടെ വച്ച് ലഭിക്കപ്പെടുന്നു. ഒരാഴ്ച വട്ടക്കാലം പ്രാർത്ഥിച്ചതിന്റെ പൂർത്തീകരണ ഫലം ഓരോ വിശുദ്ധ ദിവസാരാധനയിലും അല്ലെങ്കിൽ ദൈവാലയത്തിലെ കൂടിവരവിൽ നിന്നും ആ മനുഷ്യന് ലഭിക്കപ്പെടുന്നു. അത് ദിവസം പ്രതി കഴിയും തോറും ആത്മീകമായിരിക്കുന്ന സമൃദ്ധി ഭവനത്തിലും ജീവിതത്തിലും യാത്രകളിലും സകലതും ഓരോ ദിവസവും ഉണ്ടായി തുടങ്ങും. അങ്ങനെ ഇരിക്കുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയെ ഓർത്ത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ ഓർത്ത് പറയും, ഇവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി, ഇവന്റെ മക്കൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി. ഇവനെ എനിക്ക് നന്നായിട്ടറിയാം. ഒന്നുമില്ലാതിരുന്നവൻ ഇന്നവനെ നീ നോക്ക സകല സമൃദ്ധികളുടെ നന്മകളാലും ബലഹീനതയുടെ നടുവിൽ നിന്നും ഉയർച്ച പ്രാപിച്ചവൻ. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സഭയിൽ ഒരു ആരാധനയ്ക്ക് പോയി. ആരാധനയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഒരു വാഹനത്തിൽ വന്നു. ഏകദേശം ഒരു 2-2.5 കോടി രൂപ വില വരും ഒരു ജാഗൂറിന്റെ കാറിലാണ് വന്നത്. പുറത്തു നിന്നതായ ആൾക്കാർ പറയുന്നു, നോക്കാം ആ പാസ്റ്ററിന്റെ പദവി, ദാരിദ്ര്യന് പോലെ ജീവിക്കേണ്ടവൻ വരുന്ന കാറ് കണ്ടില്ലേ, 2.5 കോടിയുടെ കാറ്. ആമേൻ. ആ പുള്ളിക്കാരന്റെ പുറകിലത്തെ ജീവിതം നോക്കണം. ഒരു വാഹനവും ഒരു ചെരുപ്പും പോലും ഇല്ലാതെ നടന്നുപോയ സമയമുണ്ടായിരുന്നു. അന്ന് അയാളെ കുറ്റം പറയാനാണ്. യഹോവയുടെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ ഘട്ടം, നീ സമ്പന്നതയിൽ ദരിദ്രനായിത്തീരും. ഭവനത്തിൽ 1 രൂപ പോലും, ജീവിതത്തിൽ 1 രൂപ പോലും എടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്നാ നിന്റെ ദൈവം ഉയർത്തുന്നത്. നിന്റെ കയ്യിൽ 5000-ഓ 10,000-ഓ 1,00,000 രൂപയോ ഇരിക്കട്ടെ, യഹോവ നിന്നെ മാനിക്കത്തില്ല. യഹോവ നിന്നെ മാനിക്കത്തില്ല. സമ്പന്നൻ തകരപ്പെട്ടു, സമ്പത്ത് തകരപ്പെട്ടു, ഒന്നുമില്ലാത്ത നടുവിൽ കരഞ്ഞു. ആ സമയത്തിൽ കരഞ്ഞ സമയത്തിൽ നിന്നും ഉയർത്തി വന്ന വിധങ്ങളെ ഒന്ന് ഓർത്തു നോക്കാം. ആ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്തിൽ നിന്നും യഹോവ എന്നെ ഇത് പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സ്തുതിയും സ്തോത്രവും യാഗങ്ങളും. ഈ ഉയർച്ച നിന്റെ ജീവിതത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത സകല സമൃദ്ധിയുടെയും അനുഗ്രഹമത്രേ. ആ സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്നെ യഹോവ മാനിച്ചിരിക്കുന്നു, എന്നെ അവൻ കണ്ടിരിക്കുന്നു, എന്നെ ഇതാ കരം പിടിച്ചുയർത്തിയിരിക്കുന്നു. സകലതും നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥലത്തിൽ നിന്നും, വീണ്ടുപോകേണ്ട സ്ഥലത്തിൽ നിന്നും
എന്റെ ദൈവം എന്നെ വിടുവിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. രണ്ടാമതായി, അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവന്റെ മഹിമാതിത്തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. അവന്റെ വീര്യപ്രവൃത്തികൾ, എന്നെ നടത്തിയ വിധങ്ങൾ, നശിച്ചു പോകേണ്ട സ്ഥലങ്ങളിൽ നിന്നും എന്നെ കരം പിടിച്ച് ഉയർത്തിയതായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ടതാ. അവന്റെ മഹിമാതിക്ക് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ, അതിൽ പരം വേറെ ഒന്നുമില്ല. എന്നെ വീടാറവണ്ണം ഇതുവരെ നടത്തിയതായ ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ഹല്ലേലൂയ. മൂന്നാമതായി, കാഹളത്തോടും അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. കാഹളം കുഴൽ പോലെ നീണ്ട് വളഞ്ഞിരുന്ന പഴയ നിയമകാലത്തിലെ ഒരു വാദ്യ ഉപകരണം. അത് വായിക്കുവാൻ അറിയുന്നവൻ എന്ത് ചെയ്യണം? ദൈവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ സന്തോഷമുള്ളവനാണ് എങ്കിൽ ഗാനം ആലപിക്കുന്ന സമയത്തിൽ ആ കുഴൽ ആ പാട്ടിനൊത്തവണ്ണം അവൻ ഊതും. അതാ അവന്റെ മനസ്സിലെ സന്തോഷം. രണ്ടാം, കേൾക്കപ്പെടുന്ന വ്യക്തിയുടെ സന്തോഷം. മൂന്നാം, ആലയത്തിൽ അവനെ തന്നെ അവന് നൽകിയ കഴിവുകളെ സമർപ്പിക്കപ്പെട്ട സന്തോഷം. അതിലൂടെ അവന്റെ സംഗീത സ്വരങ്ങളും സംഗീത വാസനകളും കലാവാസനകളും അവന്റെ ജീവിതത്തിൽ സമൃദ്ധിയായി ഉയരും. രണ്ടാമതായി, ഇത് കേൾക്കപ്പെടുന്നവരാ ആത്മീകമായിരിക്കുന്ന ഇൻപസ്വരം കേട്ടിട്ട അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും. മൂന്നാമതായി, അവന്റെ ജീവിതത്തിൽ ആത്മീകവും ഭൗതികവുമായിരിക്കുന്ന നന്മകൾ ലഭിക്കപ്പെടുന്നു എന്ന വിശ്വാസത്തിൽ അവൻ സമർപ്പിച്ചപ്പോൾ ആ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവൻ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുകയാണ്. വാദ്യ ഉപകരണം വായിക്കാൻ അറിയുന്നവൻ എന്ത് ചെയ്യണം? ദൈവാലയത്തിൽ വന്ന് വിളിച്ചിരിക്കരുത്, അവൻ വായിക്കണം. രണ്ടാം, പാടുവാൻ കഴിയുന്നവൻ ദൈവസന്നിധിയിൽ പാടണം. അങ്ങനെയെങ്കിൽ അവന്റെ ശബ്ദം മാധുര്യമുള്ളതായി തീരും. അവന്റെ ശബ്ദം അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതവും അവന്റെ ഭവനവും ആരാധനാലയവും അവനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. പാടുവാൻ കഴിയുന്ന നമ്മൾ പാടുന്നില്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ബലഹീനതയുടെ ആത്മാവ് എന്നെ തടുക്കുകയാ, നീ പാടരുത്. ആമേൻ. നീ വാദ്യ ഉപകരണം നീ വായിക്കരുത്. അവനെ സ്തുതിച്ച് വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. വീണ ആമേൻ കമ്പികൾ കൊണ്ട് ഉപയോഗിക്കപ്പെട്ടത്, കിന്നരവും കമ്പികളാൽ ഉപയോഗിക്കപ്പെട്ടത്. അവനെ നിങ്ങൾ സ്തുതിക്കണം. വാദ്യ ഉപകരണങ്ങൾ കൊണ്ട് നിങ്ങൾ സ്തുതിക്കണം. ശബ്ദം കൊണ്ട് നിങ്ങളെ സ്തുതിക്കണം. നമ്മൾ പറയും, അച്ചോ എനിക്ക് പാടാൻ അറിയത്തില്ല, ഞാൻ ഒരു കഴിവുമില്ലാത്തവനാ. എന്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 25 വർഷത്തിന് മുൻപ് ഞാൻ പാടിയതുപോലെയല്ല ഇന്ന് ഞാൻ പാടുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് സ്തുതിക്കുന്നതിലൂടെ അവൻ പറഞ്ഞു, താലന്തുകളെ ഇരട്ടിച്ചു നൽകിയത് ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ താലന്തുകളെ വർദ്ധിപ്പിച്ചു തരും. അടുത്ത് വീണ്ടും പറയുന്നത്, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തന്ത്രിനാദത്തോടും കുടലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ. പാട്ടുപാടി കിന്നരവും കുഴലുകളും ഊതി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ വാദ്യ ഉപകരണം വായിക്കുവാൻ അറിയാത്തവൻ, സംഗീതസ്വരം ഈട്ടുവാൻ അറിയാത്തവൻ, അവന്റെ ഉള്ളത്തിൽ ആത്മീകമായിരിക്കുന്ന ശക്തി വന്നപ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് അവൻ തട്ടിപ്പാടി. ആമേൻ. അവൻ കരങ്ങൾ അടിച്ചു പാടി. അവന് പാടാൻ അറിയത്തില്ല, അവന് വാദ്യോപകരണം ഈട്ടാൻ അറിയത്തില്ല. പക്ഷേ അവന്റെ കയ്യിലെ കരങ്ങളുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ശബ്ദമുയർത്തി അവൻ അടിക്കുവാൻ തുടങ്ങി. എന്നാൽ പഴയ നിയമകാലത്തിൽ, യഹൂദന്മാരുടെ കാലത്തിൽ തപ്പ് എന്ന് പറഞ്ഞാൽ ആമേൻ 2 പിച്ചളമായിരിക്കുന്ന പാത്രം പോലത്തെ സാധനങ്ങൾ 2 കൈകളിൽ വെച്ച അവർ അത്യുച്ചനാദത്തിൽ അടിക്കും. അവർ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ
കുഴൽ മീട്ടാൻ അറിയത്തില്ല, കിന്നരം മീട്ടാൻ അറിയത്തില്ല, അവർക്ക് പാട്ടുപാടുവാനും അറിയത്തില്ല. അവരുടെ ഭവനത്തിൽ പിച്ചളയായി പരന്ന പാത്രമുണ്ടായിരുന്നു. അവൻ ദൈവാലയത്തിൽ വന്നതാ അവനെ സ്തുതിക്കുവാനായതുകൊണ്ട് ആ പാത്രങ്ങൾ, പിച്ചള പോലത്തെ ആ പാത്രങ്ങൾ, പരന്ന പാത്രങ്ങൾ ശബ്ദത്തോടുകൂടി അവൻ മീട്ടുവാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് നമ്മൾ ഭവനത്തിൽ നിന്ന് വീട്ടിൽ വന്ന് പാത്രം എടുത്തോടൊന്ന് അടിച്ചാൽ വേറെ പലത് പറയും, ക്രാക്കാണെന്നൊക്കെ പറഞ്ഞു കളയും. എന്നാൽ പിന്നത്തെ കാലത്തിൽ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതായ രണ്ട് കരങ്ങൾ, അത് അത്യുച്ചനാദമുള്ള കൈത്താളത്തോടുകൂടെ സ്തുതിക്കുവാൻ തുടങ്ങി. ആമേൻ. വീണ്ടും പറയുന്നു, നൃത്തത്തോടുകൂടെ സ്തുതിക്കണം. ഇന്ന് നൃത്തസ്തുതികളുണ്ട്. DJ പാർട്ടികൾ പോലത്തെ ആരാധനകൾ ഇന്ന് പല സ്ഥലത്തും നടക്കുക. DJ പാർട്ടികൾ പല ആലയത്തിലും നടക്കുന്നതാണ്. വെസ്റ്റേൺ മ്യൂസിക് പോലെ വെച്ച സൗണ്ട് പ്രൂഫ് ഉള്ളതായ കെട്ടിടങ്ങളൊക്കെ വെച്ച് സൗണ്ട് പുറത്തു പോകത്തില്ല. DJ ബാർ ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ആരാധന നടക്കുന്നത്. ഒരിക്കൽ എന്നെ ഒരു സുഹൃത്ത് എന്നെ ഒരു ആരാധനയ്ക്ക് ക്ഷണിച്ചു പോയി. അച്ചോ, എന്റെ ആരാധനയ്ക്ക് വരണം. ഓ, ഭയങ്കര ആരാധനയാ. ആ ഭവനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ബാർ ഡാൻസ് കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ബാർ, വെസ്റ്റേൺ ബാറിൽ കയറിയിട്ടുള്ളവരുണ്ടോ എനിക്കറിയത്തില്ല. ആ വെസ്റ്റേൺ ബാറിൽ കയറി കുറച്ച് കാശൊക്കെ വേണം. ആ ബാറിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ DJ പാർട്ടി നടക്കും, കയ്യിൽ മദ്യവും കാണും. പക്ഷേ ഈ ആരാധനയ്ക്ക് കയ്യിൽ മദ്യം മാത്രമില്ല. ആമേൻ. അവിടെ തുള്ളി അർമാദിക്കുക. ഒപ്പം പാസ്റ്ററും ഉണ്ട്. പാസ്റ്ററോട് ചേർന്ന് അൾത്താരയിൽ തുള്ളാനും കുറെ ആൾക്കാരുണ്ട്. ചോദിച്ചു, നൃത്തത്തോടുകൂടി നീ ദൈവത്തെ സ്തുതിക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ നമ്മൾ നൃത്തം ചെയ്യുന്നത്. നിങ്ങളുടെ ആരാധനയിൽ നൃത്തമില്ല, തപ്പില്ല, കുഴലൂതുന്നില്ല. ഇത് ആരാധന ശരിയേ അല്ല. നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സന്തോഷം ഉള്ളത്തിൽ കടന്നു വന്നപ്പോൾ അവൻ വാദ്യോപകരണം വീട്ടുന്നവനായിരുന്നാലും ഗാനം ആലപിക്കുന്നവനായിരുന്നാലും അത്യുച്ചനാദമുള്ള കൈത്താളത്തോടുകൂടി അവൻ സ്തുതിക്കുമ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും അവനൊന്ന് ചലിക്കാൻ തുടങ്ങും. തുള്ളിച്ചാട്ടമല്ല, അവനൊന്ന് ചലിച്ചിട്ട് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. അതാ നൃത്തം വെച്ച് ആരാധിക്കുക. വീണ്ടും പറയുന്നത്, ആത്മീക ശക്തികൾ പ്രാപിച്ചപ്പോൾ അവർ ഒരു കൂട്ടമായി കൂടി. എങ്ങനെയാ കൂടിയത്? ആത്മാവിന്റെ പരിവർത്തനം തൊട്ടടുത്തു നിൽക്കുന്നവരും ഒന്ന് ചുവട് വെച്ചു. ചുവട് വെച്ചപ്പോൾ അവന്റെ കരത്തിലേക്ക് അവരൊന്ന് മുറുകെ പിടിച്ചു. അവർ രണ്ടുപേരായി ഒരുമിച്ച് ആമേൻ ആടുവാൻ തുടങ്ങി. അടുത്തു നിന്നവനും എന്ത് ചെയ്തു? അവന്റെ ഉള്ളത്തിൽ സന്തോഷം വന്നു. ഒരുമിച്ച് കൂടി 5-10 പേർ ഒരുമിച്ച് കരങ്ങളെ കൊടുത്തപ്പോൾ അവർ തോളോട് തോട് കൈയിട്ടു. എങ്ങനെയാ? തോളോട് തോട് കൈയിട്ടു. അവരൊന്ന് കുനിഞ്ഞു. തറയിലെ മുഖത്ത് അവരുടെ മുഖം തറയിലേക്ക് നോക്കി. അവർ നിന്ന് ചലിച്ചതാ. അവർ വട്ടം വയ്ക്കുവാൻ തുടങ്ങി. എങ്ങനെ? ചെറിയ രീതിയിൽ വട്ടം വച്ച മുഖത്തെ തറയിലേക്ക് നോക്കി. പിതാവേ, ഞാൻ പൊടിയാകുന്നു, എന്നെ ഇത്രത്തോളം നീ മാനിച്ചതിനായി സ്തോത്രമെന്ന് പറഞ്ഞ അവർ ഒരുമിച്ച് കൂടി വട്ടമായി ഒന്ന് കുനിഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പ്രാചീന കാലത്തിൽ നൃത്തത്തോടുകൂടെയുള്ള സ്തുതി ഇതായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കേണ്ട സ്ഥലത്തിൽ ആരാധനകൾ ഹൈടെക്കായി മാറി. പക്ഷെ അവിടെ നിന്ന് അവൻ ഇറങ്ങിയപ്പോൾ അവൻ ആത്മാവിന്റെ ശക്തി അവന്റെ ഉള്ളത്തിൽ ഇല്ല. 5-ാമതായി, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിക്കുവാൻ തുടങ്ങി. കരങ്ങളടിച്ച് വാദ്യോപകരണത്തോടുകൂടെ ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി. ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നു, എങ്ങനെയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കണം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ പറഞ്ഞവൻ യഹോവയാൽ ജീവൻ പ്രാപിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ അവൻ പറഞ്ഞവൻ ദൈവത്തിന്റെ കൃപയാൽ അഭിഷേകം പ്രാപിപ്പാൻ തുടങ്ങി. ആ ഹല്ലേലൂയ പറഞ്ഞവനാ ദൈവസന്നിധിയിൽ ആരാധിപ്പാതിരിപ്പാൻ കഴിയത്തില്ല. അവൻ ദൈവാലയത്തിലെത്തും. എന്തിനാ? വചനം യഹോവയുടേതും
ആ വചനം യഹോവയുടേതാകുന്നത് കൊണ്ട് ആത്മാവിന്റെ ബലം പ്രാപിച്ച ഒന്നുകൂടെ സ്തോത്രവും ഹല്ലേലൂയയും അവന് പറയണം. ആ സ്തോത്രവും സ്തുതികളും ആരാ പറയുന്നത്? ജീവനുള്ളവൻ, മൂക്കിൽ ജീവനുള്ളവൻ. 2 ആത്മീക ജീവനുള്ളവൻ. 3 ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും ആത്മാവിന്റെ മണ്ഡലത്തിലെത്തിയവൻ. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ഭൂമിയിൽ സകല സമൃദ്ധികളും നന്മകളും സ്തോത്രത്തോടുകൂടെ ഉപയോഗിക്കാം. സ്തോത്രത്തോടുകൂടെ ഉപയോഗിക്കാം. ഇതിൽ പരം വലിയൊരു ആരാധനയുമില്ല, ഇതിൽ പരം വലിയൊരു സ്തുതിയുമില്ല. എപ്പോഴും ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം മനസ്സുകൊണ്ട് പറയുന്നവരായിരിക്കും. അവന് മാത്രമേ കർത്താവിനെ മനസ്സുകൊണ്ട് ആരാധിപ്പാൻ കഴിയത്തുള്ളൂ. ആ സ്തുതിയിലൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.